നമസ്കാരം. ലോകകപ്പ് ഫുട്ബോളിൻ്റെ ചരിത്രം എപ്പോഴും കോടിക്കണക്കിന് വരുന്ന ആരാധകരുടെ ഹൃദയം കവർന്ന സൂപ്പർ താരങ്ങളുടെ പേരുകളിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. പെലെ, മറഡോണ, സിനദിൻ സിദ്ധാൻ, ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി തുടങ്ങിയ വിഖ്യാത താരങ്ങളുടെ മാന്ത്രിക പ്രകടനങ്ങളും അവർ നേടിയ സുവർണ ഗോളുകളും ലോകകപ്പിൻ്റെ ഔദ്യോഗിക ചരിത്ര പുസ്തകങ്ങളിൽ സുവർണാക്ഷരങ്ങളാൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇത്തരം വൻകിട താരപ്പൊലിമകൾക്കിടയിലും വലിയ കോലാഹലങ്ങളില്ലാതെ കളിയിലെ മാധ്യമ ശ്രദ്ധയിൽ നിന്നും ക്യാമറ കണ്ണുകളിൽ നിന്നും അകന്നുമാറി നിശബ്ദമായി തങ്ങളുടെ കടമ പൂർത്തിയാക്കിയ ഒട്ടനവധി അണിയറ നായകന്മാർ ലോകകപ്പിൻ്റെ ചരിത്രത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. കളിയിലെ കടുത്ത സമ്മർദ്ദ ഘട്ടങ്ങളിൽ തങ്ങളുടെ ടീമിനെ തോളിലേറ്റി വിജയതീരത്ത് എത്തിച്ചിട്ടും പിന്നീട് വന്ന ചരിത്ര ചർച്ചകളിൽ പലപ്പോഴും വിസ്മരിക്കപ്പെട്ടു പോയ ഈ നിഴൽ നായകന്മാരുടെ കഠിനാധ്വാനവും ത്യാഗവുമാണ് യഥാർത്ഥത്തിൽ പല രാജ്യങ്ങളെയും ലോക കിരീടത്തിൽ നയിച്ചിട്ടുള്ളത്. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച അണിയറ നായകന്മാരെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് 1970 മെക്സിക്കോ ലോകകപ്പിൽ ബ്രസീലിനെ കിരീടത്തിലേക്ക് നയിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ജെയർസീഞ്ഞോ എന്ന പ്രതിഭയാണ്. ആ ലോകകപ്പ് പലപ്പോഴും പെലെയുടെ രാജകീയമായ മടങ്ങിവരവിൻ്റെയും ബ്രസീലിൻ്റെ സമ്പൂർണ്ണ ആധിപത്യത്തിൻ്റെയും പേരിലാണ് ഓർമ്മിക്കപ്പെടുന്നത് പോലും. എന്നാൽ ആ ടൂർണമെൻറ്റിൽ ബ്രസീൽ കളിച്ച എല്ലാ മത്സരങ്ങളിലും ഗോളടിച്ച് റെക്കോർഡിട്ട ജെയർസീഞ്ഞോ എന്ന വിങ്ങറുടെ അസാധാരണമായ വേഗതയും കളിമികവും ഇല്ലായിരുന്നുവെങ്കിൽ പെലെയ്ക്ക് തൻ്റെ കരിയറിലെ 3ാമത്തെ ലോക കിരീടം സ്വന്തമാക്കാൻ സാധിക്കുമായിരുന്നു. കളിയിലെ ഭൂരിഭാഗം പ്രതിരോധ നിരക്കാരെയും തൻ്റെ ചടുലമായ നീക്കങ്ങളാൽ കബളിപ്പിച്ച് പെലെയ്ക്ക് പന്തെത്തിച്ചു നൽകിയിരുന്ന ജെയർസീഞ്ഞോയുടെ പ്രകടനം ടൂർണമെൻറ്റിൻ്റെ വിജയശില്പിയായിരുന്നിട്ടും പിൽക്കാലത്ത് പെലെയുടെ നിഴലിൽ ഒതുങ്ങിപ്പോവുകയായിരുന്നു. സമാനമായ രീതിയിൽ 1986 മെക്സിക്കോ ലോകകപ്പ് ഡിഗോ മറഡോണ എന്ന ഒറ്റ മനുഷ്യൻ്റെ അമാനുഷിക പ്രകടനങ്ങളുടെ പേരിലാണ് ഇന്നും വാഴ്ത്തപ്പെടുന്നത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള നൂറ്റാണ്ടിൻ്റെ ഗോളും ദൈവത്തിൻ്റെ കൈഗോളും അർജൻറ്റീനയെ ചാമ്പ്യന്മാരാക്കിയ ആ ടൂർണമെൻറ്റിൻ്റെ മുഖമുദ്രയായി മാറി. എന്നാൽ ആ അർജൻറ്റീനിയൻ നിരയിൽ മധ്യനിരയിൽ കളിമെനയുകയും പ്രതിരോധത്തിൻ്റെ കാവൽക്കാരനായി നിലകൊള്ളുകയും ചെയ്ത ജോർജ് ബുർച്ചാഗ എന്ന നിശബ്ദ നായകനെ പലപ്പോഴും പലരും മറന്നുപോയി. പശ്ചിമ ജർമ്മനിക്കെതിരെയുള്ള മത്സരത്തിൽ കളി 2 ഗോളുകൾ വീതമടിച്ച് സമനിലയിൽ നിൽക്കുമ്പോൾ 84-ാം മിനിറ്റിൽ മറഡോണ നൽകിയ പാസ് സ്വീകരിച്ച് അർജൻറ്റീനയുടെ വിജയഗോൾ നേടിയത് ബുർഗാച്ചയായിരുന്നു. മറഡോണയ്ക്ക് സ്വതന്ത്രമായി കളിക്കുള്ള അന്തരീക്ഷം മധ്യനിരയിൽ ഒരുക്കിക്കൊടുത്ത ബുർച്ചാഗയുടെ കഠിനാധ്വാനമാണ് അർജൻറ്റീനയ്ക്ക് ആ 2ാം ലോക കിരീടം നേടിക്കൊടുക്കുന്നത്. ചരിത്രത്തിലെ മറ്റൊരു വലിയ നിഴൽ നായകനായിരുന്നു ഇറ്റലിയുടെ പ്രതിരോധ താരം ജാസിൻഡോ ചെഫറ്റിയും. പിൽക്കാലത്ത് 1982 ഇറ്റലിയെ ചാമ്പ്യന്മാരാക്കിയ കറ്റൂസെ പോലെയുള്ള താരങ്ങളും ഇതിൽ നിന്ന് വ്യത്യസ്തരല്ല. 2006 ജർമ്മനി ലോകകപ്പിൽ ഇറ്റലി കിരീടം ചൂടിയപ്പോൾ എല്ലാവരും ഫ്രാൻസിസ്കോ ടോറ്റിയെയും ആന്ദ്രോ പിർലോയുടെയും മാന്ത്രികതയെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. എന്നാൽ ഇറ്റലിയുടെ പ്രതിരോധ കോട്ടയ്ക്ക് മുന്നിൽ ഒരു പാറ പോലെ ഉറച്ചു നിന്ന ജെന്നാരോ കറ്റൂസ എന്ന മിഡ്ഫീൽഡറുടെ പോരാട്ടവീര്യം ആരും വേണ്ടത്ര വിലയിരുത്തിയില്ല. ശത്രുപക്ഷത്തെ ഏറ്റവും അപകടകാരികളായ സ്ട്രൈക്കർമാരെ മധ്യനിരയിൽ വെച്ച് തന്നെ തടഞ്ഞു നിർത്താനും പിർലോയ്ക്ക് സ്വതന്ത്രമായി പന്ത് കൈമാറുന്നതിനും ഗറ്റൂസ നടത്തിയ ശാരീരിക അധ്വാനമാണ് ഇറ്റലിയുടെ ലോക വിജയത്തിൻ്റെ അടിത്തറ പോലും പാകിക്കൊടുത്തത്. വലിയ കോടികളുടെ ബ്രാൻഡ് മൂല്യമില്ലാത്ത ഇത്തരം താരങ്ങൾ പലപ്പോഴും കളിയിലെ കറുത്ത കുതിരകളായി മാറുകയാണ് പതിവ്. ആധുനിക ഫുട്ബോളിലേക്ക് വരുമ്പോഴും ഈ പ്രവണതയ്ക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. 2018 ഫ്രാൻസ് ലോക കിരീടം നേടിയപ്പോൾ കിലിയൻ എംബാപ്പയുടെ വേഗതയും ആൻ്റോണിയോ ഗ്രീസ്മാൻ്റെ ക്രിയേറ്റിവിറ്റിയുമാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്തത്. എന്നാൽ ആ ടീമിൻ്റെ എൻജിനായി പ്രവർത്തിച്ചത് എൻഗോളോ കാൻറ്റെ എന്ന കുറിയ മനുഷ്യനായിരുന്നു. മൈതാനത്തിൻ്റെ എല്ലാ കോണിലും ഒരേ സമയം ഓടിയെത്താനും എതിരാളികളുടെ കാലിൽ നിന്ന് പന്ത് തട്ടിയെടുക്കാനും കാൻറ്റെ കാണിച്ച ആത്മാർത്ഥതയാണ് ഫ്രാൻസിന് ഫൈനലിലേക്കുള്ള വഴി എളുപ്പമാക്കിയത്. പരസ്യങ്ങളുടെ തിളക്കമില്ലാത്ത എളിമയാർന്ന കാൻറ്റയുടെ സാന്നിധ്യം ഫ്രഞ്ച് ടീമിൻ്റെ വിജയത്തിൽ എത്രത്തോളം വലുതായിരുന്നുവെന്ന് സഹതാരങ്ങൾ പോലും പലപ്പോഴും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഫുട്ബോൾ ഒരു കൂട്ടായ കായിക വിനോദമാണെന്നും അവിടെ വലിയ താരങ്ങളുടെ വിജയത്തിന് പിന്നിൽ നിശബ്ദരായി വിയർപ്പൊഴുക്കുന്ന ഇത്തരം അണിയറ നായകന്മാരുടെ വലിയൊരു നിര തന്നെ ഉണ്ടെന്നും ലോകകപ്പിൻ്റെ ചരിത്രം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.